പ്രിയപ്പെട്ട കൂട്ടുകാരെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലവ്ലി ഷൗട്ട്സ്. ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റഡി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, വരാനിരിക്കുന്ന പരീക്ഷകൾ UP സ്കൂൾ അസിസ്റ്റൻ്റ്, അതേപോലെ തന്നെ LD ക്ലർക്ക് എക്സാം, LGS എക്സാം, LP സ്കൂൾ അസിസ്റ്റൻ്റ്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പരീക്ഷകളുടെ ടെൻറ്റേറ്റീവ് ഡേറ്റൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഇനി പഠിച്ചാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, ഇനി പഠിച്ചാൽ എക്സാം റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റുമോ എന്ന ചോദ്യമാണ് പലരും ചോദിക്കാറുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ചെറിയ ഒരു സ്റ്റഡി ടിപ്സ് അല്ലെങ്കിൽ ചെറിയൊരു ടൈം ടേബിൾ, പൂർണ്ണമായ അർത്ഥത്തിലല്ല, ഏകദേശം ഒരു എങ്ങനെ ഈ കുറഞ്ഞ ദിവസം കൊണ്ട് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം, എങ്ങനെ പഠിച്ച് തീർക്കണം എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കറിയാം ഈ പ്രധാനപ്പെട്ട എക്സാമുകൾ 2024 നടക്കുന്ന പ്രധാനപ്പെട്ട എക്സാമുകളുടെയൊക്കെ ടെൻറ്റേറ്റീവ് ഡേറ്റ് വന്നിട്ടുണ്ട്. ഏകദേശം മെയ് ജൂലൈ മാസങ്ങളിൽ, അതേപോലെ തന്നെ ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിൽ, അതേപോലെ തന്നെ ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലൊക്കെയാണ് എക്സാമുകൾ നടക്കുക എന്ന് PSC ടെൻറ്റേറ്റീവ് ഡേറ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം 100 മുതൽ 120, 150 ദിവസങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് ഇനി പഠിക്കാനുള്ള ദിവസങ്ങൾ ലഭിക്കുക. അപ്പോൾ ഈ ദിവസം കൊണ്ട് എങ്ങനെയൊക്കെയാണ് പഠിച്ച് തീർക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് പഠിച്ച് തീർക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു ഓവറോൾ ഐഡിയ ആണ് നമ്മൾ നൽകാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ആക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലൊക്കെ സിലബസ് കംപ്ലീറ്റ് ആക്കി പഠിച്ച് തീർക്കാനുള്ള ഒരു ശ്രമം നടത്തുക. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് റാങ്ക് ലിസ്റ്റിൽ നല്ല ഒരു റാങ്കിൽ ഇടം നേടാൻ പറ്റുന്നതാണ്. LD ക്ലർക്ക് എക്സാമിൻ്റെ ഡേറ്റ് PSC മെയ് ജൂലൈ മാസങ്ങളിൽ നടക്കും എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ LGS എക്സാം മെയ് ജൂലൈ മാസങ്ങളിലാണ്. UP സ്കൂൾ എക്സാം നടക്കുന്നത് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലാണ്. അതേപോലെ തന്നെ LP സ്കൂൾ അസിസ്റ്റൻ്റ് എക്സാം നടക്കുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ്. അപ്പോൾ ഈ തുടക്ക മാസങ്ങളിൽ തന്നെ, അതായത് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ നടക്കും എന്ന് പറയുന്ന എക്സാം ജൂൺ മാസത്തിൽ തന്നെ നടക്കും എന്ന രീതിയിൽ വേണം നമ്മൾ പഠിച്ച് കംപ്ലീറ്റ് ആവാൻ. ബാക്കിയുള്ള ദിവസങ്ങൾ അഡീഷണൽ വരികയാണെങ്കിൽ നമുക്കതൊക്കെ റിവിഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം സിലബസ് കംപ്ലീഷൻ എന്നുള്ള ഒരു ടാസ്ക്കാണ്. നമുക്കറിയാം, ഓരോ പരീക്ഷകൾക്കും ഒരു വ്യക്തമായ സിലബസ് നമുക്ക് മുമ്പിലുണ്ട്. ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ടാർജറ്റ്. അപ്പോൾ സിലബസ് എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വെക്കുക. നമുക്കറിയാം, PSC ഒരു വ്യക്തമായ സിലബസ് PSC സൈറ്റിൽ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിലെ ഓരോ പോയിന്റുകളും മുഴുവനായിട്ടും പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. അപ്പോൾ ഈ സിലബസ് കംപ്ലീഷന് വേണ്ടി നമുക്ക് നല്ലൊരു റാങ്ക് ഫയലിനെ തന്നെ ആശ്രയിക്കാം. മിക്കവാറും കോച്ചിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവും, അവരുടെ കയ്യിലൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവും. അപ്പോൾ ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഏതൊരു PSCക്ക് പഠിക്കുന്ന ആളെടുത്തും നല്ലൊരു റാങ്ക് ഫയൽ ഒരു റഫറൻസ് ഗ്രന്ഥമായിട്ടുണ്ടാവും. അപ്പോൾ ആ റാങ്ക് ഫയലിനെയും നമുക്ക് ആശ്രയിക്കാവുന്നതാണ്. ഏത് എക്സാമാണോ ആ എക്സാമിൻ്റെ റാങ്ക് ഫയൽ നമുക്ക് ആശ്രയിക്കാം. കാരണം റാങ്ക് ഫയൽ ഒരു റഫറൻസ് ഗ്രന്ഥമാണ്. അതിൽ ധാരാളം വിവരങ്ങളുണ്ടാവും. നമുക്ക് ആവശ്യമുള്ളതുണ്ടാവും, ആവശ്യമില്ലാത്ത ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ധാരാളം വരുന്ന പരീക്ഷകളാണ്. അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് റാങ്ക് ഫയലിൽ ലഭിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ നോട്ടും ഉപയോഗിക്കാം. അത് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഉപയോഗിക്കാം. ഏറ്റവും ബെസ്റ്റ് റാങ്ക് ഫയലും നമ്മുടെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടെങ്കിലും റാങ്ക് ഫയലും കൂടി ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഒരു 60 മുതൽ 80 ദിവസം വരെ നമുക്ക് ഈ സിലബസ് കംപ്ലീഷന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അതായത് 60 മുതൽ 80 ദിവസം വരെ. നമ്മുടെ എക്സാം നമ്മൾ പറഞ്ഞല്ലോ, മെയ് മാസത്തിൽ തുടങ്ങുന്ന എക്സാം ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചില എക്സാമുകൾ ജൂൺ മാസത്തിലാണ് തുടങ്ങുന്നത്, ചിലത് ജൂലൈ മാസത്തിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ ദിവസത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെറിയ ഒരു മാറ്റങ്ങളൊക്കെ വരുത്താവുന്നതാണ്. 60 ദിവസം മുതൽ 80 ദിവസം വരെ നമ്മുടെ ഈ ഫസ്റ്റ് സ്റ്റെപ്പായ സിലബസ് കംപ്ലീഷന് വേണ്ടി ഉപയോഗിക്കാം. സിലബസ് കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ആക്റ്റീവ് അല്ലാത്ത രീതിയിൽ വായിച്ചു പോവല്ല, കുറച്ചൊന്ന് മനസ്സിരുത്തിയിട്ട് ഒന്ന് സ്പീഡിൽ നമ്മൾ ഓരോ പോയിന്റുകളും ഓരോ ടോപ്പിക്കുകളും കവർ ചെയ്യുക എന്നുള്ളതാണ്. ചില പോയിന്റുകൾ നമ്മുടെ മൈൻഡിലേക്ക് കുറച്ച് നേരം
റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ട് മനസ്സിലേക്ക് കയറ്റേണ്ടി വരും. ചിലത് ജസ്റ്റ് ഒരു പാസീവ് റീഡിങ്ങിലൂടെ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ അവനവൻ്റെ കപ്പാസിറ്റി എങ്ങനെയാണോ ആ രീതിയിലൊക്കെ വായിച്ചു പോവുക. മനസ്സിരുത്തി തന്നെ വായിക്കുക. എന്നിട്ട് ഒരു 60-80 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ദിവസം കൊണ്ട് ഒരു 60-80 ദിവസം കൊണ്ട് നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ സിലബസ് കംപ്ലീഷനോടൊപ്പം, അതായത് ഈ 60 മുതൽ 80 ദിവസം കൊണ്ട് നമ്മൾ കൂട്ടത്തിൽ ഇംഗ്ലീഷ്, അതേപോലെ തന്നെ മാത്സ്, മലയാളം, കറണ്ട് അഫെയർസ് ഇതിനും കൂടി നമ്മൾ സമയം ചെലവഴിക്കണം. അതായത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫെയർസ് ഇതും കൂടി ആ സിലബസ് കംപ്ലീഷനോടൊപ്പം അഡീഷണലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു തീർക്കണം. അപ്പോൾ അതിനുവേണ്ടി ചെറിയൊരു സമയം നമുക്ക് മാറ്റിവെക്കാം. ഓരോരുത്തരുടെയും കപ്പാസിറ്റിക്ക് അനുസരിച്ച് ചില ആൾക്കാർക്ക് ഓരോ സബ്ജക്റ്റിനും മലയാളത്തിനാണെങ്കിലും ഇംഗ്ലീഷിനാണെങ്കിലും ഒരു 15 മിനിറ്റ്, ഒരു അരമണിക്കൂറൊക്കെ മതിയാവും. ഓരോ ടോപ്പിക്കുകളും ആ ദിവസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സിലബസ് കംപ്ലീഷൻ നമ്മുടെ GK മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നതോടൊപ്പം തന്നെ അഡീഷണൽ സബ്ജക്റ്റുകളായ ഇംഗ്ലീഷ്, മാത്സ്, അതേപോലെ തന്നെ മലയാളം, ദെൻ കറണ്ട് അഫെയർസ് ഇതും കൂടി ആ 80 ദിവസം കൊണ്ട് കവർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഈ സിലബസ് കംപ്ലീഷനോടൊപ്പം ഈ കാര്യങ്ങളും കൂടി നമ്മൾ ഈ 60-80 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മളെ ഈ ടാസ്കിലെ സെക്കൻഡ് സ്റ്റെപ്പാണ് റിവിഷൻ എന്ന് പറയുന്നത്. റിവിഷൻ നമുക്കറിയാം, റിവിഷൻ ഏതൊരു പരീക്ഷയെ സംബന്ധിച്ചും റിവിഷൻ വളരെ വളരെ അത്യാവശ്യമാണ്. ഒരു PSC പരീക്ഷാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം റിവിഷനാണെന്നുള്ളതാണ്. റിവിഷൻ അത്രക്കും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് എക്സാം ഹാളിൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്ക് നമ്മുടെ മനസ്സിലേക്ക് ആൻസർ വരണമെങ്കിൽ എത്രത്തോളം റിവൈസ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമുക്ക് ആ ആൻസർ മനസ്സിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ റിവിഷനാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ 60-80 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ആക്കി. അതേപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, കറണ്ട് അഫെയർസ്, അതേപോലെ തന്നെ മലയാളം ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഒരു റൗണ്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഒരു 25-30 ദിവസം കൊണ്ട് നമ്മൾ റിവിഷൻ നടത്തുക. ഏകദേശം 30 ദിവസം തന്നെ നമുക്കെടുക്കാം. അപ്പോൾ 60-80 ദിവസമാണ് നമ്മൾ സിലബസ് കംപ്ലീഷന് വേണ്ടി ഉപയോഗിച്ചത്. ഇനി ഒരു 30 ദിവസത്തോളം 25-30 ദിവസത്തോളം നമുക്ക് റിവിഷന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഈ 60-80 ദിവസം സിലബസ് കംപ്ലീഷൻ എന്ന് പറയാൻ കാരണം പലരുടെയും എക്സാമിൻ്റെ തീയതികളിൽ മാറ്റമുണ്ട്, മാസങ്ങളിൽ മാറ്റമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ ഒരു മാറ്റങ്ങൾ നിങ്ങൾ സ്വയം വരുത്തുക. ഏത് എക്സാമാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു മാറ്റങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരുത്തുക. 60 മുതൽ 80 ദിവസം വരെ ആക്കുക. ദെൻ അതേപോലെ തന്നെ റിവിഷൻ്റെ ഈ സമയവും നിങ്ങൾ 60 ദിവസമാണ് സിലബസ് കംപ്ലീഷൻ എടുത്തതെങ്കിൽ നിങ്ങൾ 25 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 20 ദിവസം കൊണ്ടൊക്കെ നിങ്ങൾ റിവിഷൻ കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ 25 മുതൽ 30 ദിവസം വരെയാണ് റിവിഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ റിവിഷൻ നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ ആദ്യത്തെ വായനയിലുള്ള പല കാര്യങ്ങളും നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടോ എന്ന് പോലും പലപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ആ കാര്യങ്ങൾ നിങ്ങൾ റിവിഷൻ്റെ സമയത്ത് ഒന്നും കൂടി ഒന്ന് ഫോക്കസ് ചെയ്യാം. അപ്പോൾ റിവിഷൻ്റെ സമയത്തും ഒന്ന് ഫോക്കസ് ചെയ്ത് വായിക്കുകയും ചെയ്യുക. അപ്പോൾ അതാണ് ഒരു 25-30 ദിവസം കൊണ്ട് റിവിഷൻ നടത്തുക. ഈ മുഴുവൻ കാര്യങ്ങളും റിവൈസ് ചെയ്യുക. നമ്മൾ 60 മുതൽ 80 ദിവസം വരെ എടുത്ത് പഠിച്ച മുഴുവൻ കാര്യങ്ങളും ഒന്നും കൂടി റിവൈസ് ചെയ്യുക. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും നമുക്ക് കാര്യങ്ങളൊന്നും കൂടി മനസ്സിലേക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞു 60 ദിവസം മുതൽ 80 ദിവസം വരെയാണ് നമുക്ക് സിലബസ് കംപ്ലീഷന് വേണ്ടത്. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്കറിയാം ഓരോ റാങ്ക് ഫയൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വ്യത്യസ്ത പേജുകളായിരിക്കും, പേജുകളുടെ എണ്ണം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഈ വ്യത്യസ്ത പേജുകളിൽ നിന്ന് നമ്മൾ ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും അതേപോലെ തന്നെ മലയാളത്തിൻ്റെയൊക്കെ മാറ്റിയാൽ തന്നെ ഒരു 200-300ഓളം പേജ് നമുക്കതിൽ നിന്ന് കുറക്കാൻ പറ്റും. അപ്പോൾ ആ പേജ്, അതായത് എത്ര പേജുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഈ ദിവസം കൊണ്ട് 60 ദിവസമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതേപോലെ തന്നെ 80 ദിവസമാണെങ്കിൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എത്ര പേജ് ഒരു ദിവസം വായിക്കണം എന്ന ഒരു കാൽക്കുലേഷനിൽ നിങ്ങൾ എത്തണം. അങ്ങനെ ആ പേജ് ദിവസവും നിർബന്ധമായിട്ടും പഠിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ സിലബസ്
കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. 60 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 80 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയൽ ഏതാണോ എന്ന് നോക്കുക. എന്നിട്ട് അതിലെ പേജുകൾ കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ മലയാളം, മാത്സ്, ഇംഗ്ലീഷ് അതൊക്കെ കറണ്ട് അഫയേഴ്സൊക്കെ മാറ്റി വെച്ചിട്ട് ആ പേജ് ഡിവൈഡ് ചെയ്തിട്ട് എത്ര പേജാണോ ഒരു ദിവസം വായിക്കേണ്ടത് അത് നിർബന്ധമായിട്ടും നമ്മൾ വായിച്ചിരിക്കണം. എങ്കിലേ നമുക്ക് ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര പേജാണോ കിട്ടുന്നത് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ വായിക്കാൻ ചില പേജുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നമ്മളൊരു ദിവസത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം കുറച്ച് സമയം കൂടുതലെടുക്കുക, എന്നിട്ടത് കംപ്ലീറ്റ് ആക്കുക. നമ്മളത് ലാഗ് ചെയ്താൽ പിന്നെ പേജുകളുടെ എണ്ണം കൂടുകയുള്ളൂ. ഓരോ ദിവസം കൂടുന്തോറും നമുക്ക് കംപ്ലീറ്റ് ആക്കാനുള്ളത് കുറഞ്ഞുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ 60 ദിവസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ദിവസത്തെ ടാസ്ക് ആ ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യൽ നിർബന്ധമാണ്. കാരണം നമുക്ക് മുമ്പിൽ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ എക്സാമിനുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ദിവസത്തേക്ക് അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ടാസ്കുകൾ ആ ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞു 60-80 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീഷനാണ്. ഒരു 25-30 ദിവസം കൊണ്ട് നമ്മൾ റിവിഷനും കംപ്ലീറ്റ് ആയിരിക്കണം. അപ്പോൾ ഏകദേശം റിവിഷനും അതേപോലെ തന്നെ സിലബസ് കംപ്ലീഷനും നമ്മൾ കഴിഞ്ഞു. ഇനി അപ്പോൾ ഏകദേശം നമുക്ക് ഒരു 90 ദിവസം, ഏറ്റവും ചുരുങ്ങിയതാണ്. 60 ദിവസം എടുക്കുന്നവരെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 60 ദിവസമാണ് എടുക്കുന്നതെങ്കിൽ 90 ദിവസം കൊണ്ട് ഏകദേശം നമ്മൾക്ക് റിവിഷനും കഴിഞ്ഞു. ഇനി തേർഡ് സ്റ്റെപ്പാണ് റിവിഷനാണ്. അപ്പോൾ റിവിഷനും നമുക്ക് ഒരു 25-30 ദിവസം എടുക്കാവുന്നതാണ്. 25-30 ദിവസം നമുക്ക് റിവിഷനും വേണ്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിനു മുമ്പേ എക്സാം നടക്കുന്നവരാണെങ്കിൽ അതിൻ്റേതായ ഒരു സമയം കുറച്ച് കൊണ്ടുവരണം. 25-30 ദിവസം കൊണ്ട് റിവിഷനും നടത്തുക. റിവിഷൻ എന്ന് പറഞ്ഞാൽ ഈ പഠിച്ച കാര്യങ്ങൾ വീണ്ടും അതേപോലെ പഠിക്കുക. ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് കിട്ടാത്ത കാര്യങ്ങൾ വായിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും കണ്ട് പരിചയമില്ലാത്ത രീതിയിലാണ് ഉള്ളതെങ്കിൽ ആ ഏരിയയൊക്കെ ഒന്നുകൂടി ഫോക്കസ് ചെയ്യുക. പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് ആവർത്തിച്ച് പഠിക്കുക. ചില പേരുകളൊക്കെ നമുക്ക് എത്ര പഠിച്ചിട്ടും വീണ്ടും കിട്ടാത്തതുണ്ടാവും, മൈൻഡിലേക്ക് വരാത്തതുണ്ടാവും. അതൊരു പ്രത്യേക പേപ്പറിൽ എഴുതി വെക്കുക. എന്നിട്ട് നമ്മളെ ജോലികൾക്കിടയിൽ 2, 3, 4 പ്രാവശ്യം അത് എടുത്തു നോക്കുക, വായിച്ചു നോക്കുക. ആ രീതിയിലൊക്കെ കാര്യങ്ങളൊന്നും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതാണ് റിവിഷൻ. അപ്പം നന്നായിട്ട് നമ്മൾ റിവൈസ് ചെയ്ത് പഠിക്കാനുള്ള ഒരു സമയമാണ് റിവിഷൻ. അപ്പോൾ ഈ റിവിഷൻ്റെ സമയത്ത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, കറണ്ട് അഫയേഴ്സ് ഇതൊക്കെ വർക്കൗട്ട് നമുക്ക് നടത്താം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നന്നായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് റിവിഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞത് സിലബസ് കംപ്ലീഷനാണ്, രണ്ടാമത്തത് റിവിഷനാണ്, മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ റിവിഷൻ പറഞ്ഞത്. റിവിഷൻ്റെ സമയത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ആക്കി പഠിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ഈ കാര്യങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്യുക. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന് നല്ല ഒരു പ്രാധാന്യം കൊടുക്കുക. ഏതെങ്കിലും കറണ്ട് അഫയേഴ്സ് വിട്ടിട്ടുണ്ടെങ്കിൽ കറണ്ട് അഫയേഴ്സിനൊക്കെ നല്ല പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട സമയമാണ് ഈ ലാസ്റ്റ് റിവിഷൻ. അപ്പോൾ നമ്മൾ ഈ 3 സ്റ്റെപ്പുകളാണ് നമ്മുടെ ഈ സ്റ്റഡി പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, സിലബസ് കംപ്ലീഷൻ ഒരു 60 മുതൽ 80 ദിവസം വരെ എടുക്കുക. അതേപോലെ തന്നെ റിവിഷൻ ഒരു 25 മുതൽ 30 ദിവസം വരെ എടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞത് റിവിഷനാണ്, അതും ഒരു 25 മുതൽ 30 ദിവസം വരെ എടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 120ഓളം ദിവസമാണ് നമ്മുടെ ഈ സ്റ്റഡി പ്ലാനിലുള്ളത്. അപ്പോൾ ചില പരീക്ഷകൾക്ക് അതിലേറെ സമയം കിട്ടും. ചില പരീക്ഷകൾക്ക് 120 ദിവസങ്ങളിൽ നിന്ന് 10-20 ദിവസം ചിലപ്പോൾ കുറഞ്ഞിട്ടായിരിക്കും ലഭിക്കുക. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നിങ്ങളുടെ സിലബസിൽ നിങ്ങളുടെ ഈ ടൈം ടേബിളിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്താം. നിങ്ങൾക്ക് അറിയാലോ ഏത് എക്സാമാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു പദ്ധതി നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കാം. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് റിവിഷൻ തന്നെയാണ്. വായിക്കുന്ന കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുക. എങ്കിലേ നമുക്കത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസറിലേക്ക്, ഓപ്ഷൻ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആൻസറിലേക്ക് എത്തുന്ന ഒരു രീതിയിൽ നമ്മൾ റിവൈസ് ചെയ്യണം. അത്തരം ഒരു കപ്പാസിറ്റി നമുക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ച കാര്യം റിവൈസ് ചെയ്യണം. അപ്പോൾ എത്രത്തോളം റിവൈസ് ചെയ്യാൻ അവസരം കിട്ടുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾ റിവിഷന് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ, പിന്നെ മറ്റൊരു ക്വസ്റ്റ്യനാണ് എത്ര മണിക്കൂർ നമ്മൾ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ
എക്സാം ഏകദേശം ആയി തുടങ്ങി. അപ്പോൾ എത്ര സമയം നമുക്ക് പഠിക്കാൻ കിട്ടുമോ അത്രയും സമയം പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഏകദേശ സമയം. എന്നിരുന്നാലും ഒരു സമയം പറയാണ്, ഏകദേശം ഒരു മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ദിവസവും നിങ്ങൾ സമയം മാറ്റി വെക്കുക. അതായത് രാത്രി ഒരു 7 മണി മുതൽ ഒരു 11 മണി വരെ, പിന്നെ രാവിലെ ഒരു 2 മണിക്കൂർ. ഇങ്ങനെയായാൽ തന്നെ നമുക്കൊരു 6 മണിക്കൂർ ലഭിക്കും. ഒരു 7 മണി മുതൽ 11 മണി വരെ ഒരു 4 മണിക്കൂറുണ്ട്. പിന്നെ രാവിലെ ഒരു 5 മണി മുതൽ 7 മണി വരെ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ജോലി ഒഴിവാക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു 7 മണി മുതൽ 6 മണി വരെ ഒരു 5 മണി മുതൽ 7 മണി വരെ ഒരു 2 മണിക്കൂർ. അങ്ങനെ ടോട്ടൽ മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠനത്തിന് വേണ്ടി ചിലവഴിക്കുക. ഏറ്റവും കൂടിയത് എത്രയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഉറക്കത്തിൻ്റെ കുറച്ചൊരു 5-6 മണിക്കൂർ വെച്ച് ബാക്കി സമയം മുഴുവനും പഠിക്കാനാണ് നമുക്ക് സമയമുണ്ടെങ്കിൽ അങ്ങനെയും പഠിക്കാം. ഏറ്റവും നല്ലത് അതാണ്. പക്ഷേ മിനിമം നിങ്ങളൊരു 6 മണിക്കൂറെങ്കിലും പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുക. അവനവൻ്റെ സമയം എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾ പഠനത്തിന് വേണ്ടി സമയം ചെലവഴിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു ദിവസത്തെ ടാസ്ക് കംപ്ലീറ്റ് ആക്കണം. ആ കംപ്ലീറ്റ് ആക്കാനുള്ള സമയം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കണം. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ പഠനം ക്രമീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്ന ലിസ്റ്റിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇടം പിടിക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞു, ആദ്യം സിലബസ് കംപ്ലീഷനാണ്, പിന്നെ റിവിഷനാണ്, പിന്നെ റിവിഷനാണ്. നിങ്ങളുടെ സമയം എത്രയാണോ, എക്സാമിൻ്റെ സമയം എത്രയാണോ അതിനനുസരിച്ച് ഈ ടൈം ടേബിൾ വെച്ചിട്ട്, ഈ രീതി വെച്ചിട്ടൊരു ടൈം ടേബിൾ നിങ്ങൾ സ്വയം തയ്യാറാക്കുക. എന്നിട്ട് അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. ഒരു സമയം പോലും നിങ്ങൾ അനാവശ്യമായി ചെലവഴിക്കരുത്. നമുക്കറിയാം, മൊബൈൽ വലിയൊരു വില്ലനാണ്. നമ്മുടെ സമയം അപഹരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൊബൈൽ. അനാവശ്യ കാര്യങ്ങൾ നമ്മൾ കാണരുത്. ന്യൂസ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നമ്മളൊരു 10-15 മിനിറ്റ് മാത്രം ചിലവഴിക്കുക. ബാക്കി സമയം മുഴുവനായിട്ടും നമ്മൾ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക. അങ്ങനെയായാൽ തീർച്ചയായിട്ടും നമുക്ക് വരുന്ന ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പറ്റും. ഒരു ഗവൺമെൻറ് ജോലി എന്ന നമ്മുടെ സ്വപ്നം നേടാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങളെ പഠനവുമായിട്ട് മുന്നോട്ട് പോവാം. സ്വയം മോട്ടിവേറ്റഡ് ആവുക. മറ്റുള്ളവർ വന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു രീതി ആവരുത്. സ്വയം ജോലിക്ക് വേണ്ടിയുള്ള ഒരു പഠനം നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് കഠിനാധ്വാനം ചെയ്തുകൊണ്ട് നേടുക. അപ്പോൾ ഇതിനനുസരിച്ചുള്ള ഒരു ടൈം ടേബിൾ തീർച്ചയായിട്ടും തയ്യാറാക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.